ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയിലൊരു നല്ലൊരു എൻട്രി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നമ്മളിന്ന് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ചെറിയ സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്, സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് അവിടെ വന്ന് കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് മാർക്കറ്റ് വന്ന് കവർ ചെയ്തത് ഒരു ന്യൂസ് ഡ്രിവൺ ആണെന്ന് ഞാൻ അറിഞ്ഞു. വാർ റിലേറ്റഡ് എന്തോ ഒരു ന്യൂസ് വന്നായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ടായിരുന്നു മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിരുന്നു. മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ, ഈ ലോയോ ഇല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ഒരു റിവേഴ്സൽ എൻട്രി ആയിരുന്നു. ബേസിക്കലി ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു ജസ്റ്റ് റിവേഴ്സൽ എൻട്രി. അത് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. റിവേഴ്സൽ എൻട്രി വന്നത് ഈ ലോ ബ്രേക്ക് ചെയ്ത്, നമുക്ക് റിവേഴ്സൽ എൻട്രി ആയിട്ട് വന്നൊരു പോയിൻ്റ് നമ്മൾ ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് ആ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സൽ എൻട്രി പ്ലാൻ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മൂവ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ളൊരു മൂവ് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കൊരു നല്ല ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലൊരു നല്ലൊരു എൻട്രി നമുക്ക് അവിടെ തന്നെ കിട്ടിയത്. നമ്മൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ മൂവ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തായിരുന്നു ഇന്നത്തെ എൻട്രി ഞാൻ പ്രൈസ് ചെയ്തത്. ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് മാർക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലോട്ട് വന്നായിരുന്നു, അല്ലെങ്കിൽ പ്രീമിയം പ്രൈസിലോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യും. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റ് ഒരു പ്രീമിയം ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞ സമയത്ത് നല്ലൊരു റിജക്ഷനും കാണിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയ കണ്ടോ, ഇതിന് താഴെ തന്നെ മാർക്കറ്റ് ക്ലോസും തന്നു അല്ലേ. അപ്പോൾ നമുക്ക് എൻട്രി ആയിട്ട് വന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിൽ തന്നെ ആയിരുന്നു, ഈ ഒരു പോയിന്റിലായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒന്നുകിൽ ഈ ക്യാൻഡലിൽ വെക്കായിരുന്നു, എന്നിട്ട് നമ്മൾ ഈ ഒരു ലോ വരെ നമ്മൾ ടാർഗറ്റും വെച്ചു. ഇതായിരുന്നു നമ്മുടെ ഒരു ട്രേഡ്. ഏകദേശം 1:2 കറക്റ്റായിട്ട് നമുക്ക് വിത്തിൻ 1 ക്യാൻഡിൽ ഒരു 5 മിനിറ്റിൽ 1 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ പക്ഷേ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊരു 360 പോയിൻറ്റ്സ് വരെ മാർക്കറ്റ് എടുക്കാനുള്ള പ്രോബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ ഹാഫ് ക്വാണ്ടിറ്റി നമ്മൾ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് 1:2 ടാർഗറ്റ് നല്ല ആയിട്ട് തന്നെ ഏകദേശം ഒരു 1 to 2 ക്യാൻഡിൽസ് കൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കിട്ടിയായിരുന്നു. നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റായി കിട്ടിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എൻട്രി. നമ്മൾ 1:2 ആയിരിക്കും മാക്സിമം ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്, അതിൽ കൂടുതൽ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കരുത്. പിന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.